ഇതിനകത്ത് ഹൈലൈറ്റ് ഷെല്ലിംഗ് ഉണ്ട് മൊക്സാലി വെച്ച്. അന്ന് അത് മറ്റടുത്ത് മറ്റേ ഷെല്ല് മറ്റേ പാലത്തിലുള്ള ഷെല്ല് പൊട്ടല് ഓക്കെ, ഞങ്ങളത് കണ്ടു, അന്നേരം നല്ല പേടിച്ച്. രണ്ടാമത്തെ ഇത് ഞങ്ങൾ ഉറപ്പിച്ച് തീർന്നെന്ന്. ഒരു സൗണ്ടും കേട്ട് ഇവരുടെ ട്രെയിൻ പോയിട്ടായിരുന്നു. അത് ഏകദേശം ഒരു 9:30-10 മണിയോളം ആയി സമയം അടുത്ത്. വലിയൊരു സൗണ്ട് കേട്ട് ഞങ്ങൾ ഇങ്ങനെ തല പൊക്കി ഒന്ന് നോക്കിയപ്പോഴത്തേക്കും ഇങ്ങനെ ഒരു സാധനം പോകും. അതായത് തൊട്ടടുത്ത് എന്തോ ഒരു സാധനത്തിൽ തൊട്ട് ചൂന്ന് പോയി. ആ അല്ലല്ല മോർണിംഗ് അന്ന് അവിടെയും ഇല്ലില്ല, മോർണിംഗ് അവിടുന്ന് പിന്നെയും ചെതറി ഓടി ആണ്. ഇത് നേരെ ആ റെയിൽവേ സ്റ്റേഷനിൽ 7 പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നു. 7 പ്ലാറ്റ്ഫോം കഴിഞ്ഞിട്ട് എവിടെയോ പോയി വീണങ്ങ് പൊട്ടി. 7 പ്ലാറ്റ്ഫോമാണ്. 7 പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ ഒത്തിരി അങ്ങ് ഇല്ല. അതിൻ്റെ തൊട്ടപ്പുറത്തോട്ട് നേരെ വന്നങ്ങ് പൊട്ടി. എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്, ഞാൻ അന്ന് സൈഡിൽ ഏതൊരു പെങ്കൊച്ചിൻ്റെ സൈഡിൽ നിൽക്കുമായിരുന്നു. അന്ന് ഇങ്ങനെ കയറാൻ പറ്റാത്ത എനിക്കറിയത്തില്ല, ആളാരാന്നറിയത്തില്ല. ആ കൊച്ച് വീട്ടിൽ വിളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഇത് വന്ന് വീണ് പൊട്ടി. ഞാൻ പിന്നെ കേൾക്കുന്നത് ഉമ്മാന്നൊരു ഭയങ്കര അലർച്ചയാണ്. അതായത് ആ കൊച്ചിൻ്റെ വീട്ടിൽ നിന്നും ഒബ്വിയസ്ലി അങ്ങനെ എന്തെങ്കിലും വന്ന് അവിടുന്നും കരയിന്ന്, ഇവിടുന്ന് ഒരൊറ്റ അലർച്ച. അതായത് സത്യം പറഞ്ഞാൽ ഉണ്ടല്ലോ, ഈ ഒരു സീന് നിങ്ങൾക്ക് വട്ടായി പോകും നിങ്ങൾ ഈ ഒരു സീനിൽ നിൽക്കുന്നുണ്ടെങ്കിൽ. കാരണം സൈറൻ കേൾക്കുന്ന, ഓൾറെഡി ആങ്സൈറ്റി, എന്ത് ചെയ്യുമെന്നറിയാൻ വരാതെ നിൽക്കുന്ന, വീടെത്താൻ പറ്റുമോ, വീട്ടുകാരെ കാണാൻ പറ്റുമോ എന്നറിയത്തില്ല, മുകളിൽ കൂടെ ഷെല്ല് വന്ന് വീണു പൊട്ടി അതിൽ പേടിച്ച് നിൽക്കുന്ന, അതിൻ്റെ കൂട്ടത്തിൽ ഈ അലറിച്ചയും കാറിച്ചയും കരച്ചിലും എനിക്കത് എക്സ്പ്രസ് ചെയ്യാൻ അറിയത്തില്ല. അത്രയ്ക്ക് ഒരു 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 ഡെത്ത് സ്റ്റോപ്പ് മൊമെൻ്റ് ആയിരുന്നു അത്.